രഘുവേട്ടാ, ലച്ചുമോളെ സുന്ദരിക്കുട്ടിയായിട്ടുണ്ടല്ലോ. ചെല്ല്, അകത്തേന്ന് വിച്ചുമോന്റെ കൂടെ കളിക്കും. ചിരു, നീ മക്കളെയും കൊണ്ട് 2 ദിവസം വിനയന്റെ വീട്ടിൽ പോയി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? പോയായിരുന്നു ചേച്ചി. ഇന്നലെ രാത്രി പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നു. മക്കളിപ്പോഴും അവിടെ ഉള്ളത്. അല്ല, ഇന്നലെ രാത്രി പെട്ടെന്ന് തിരിച്ചു വരാൻ എന്താ കാരണം? ഇവിടെ ഭാനുവും ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഭാനുമ്മ മകൻ ഹോസ്പിറ്റലിലാണെന്ന് വിവരം വന്നിട്ട് പെട്ടെന്ന് പോയി. അനുചേച്ചി ഇവിടെ തനിച്ചാണെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഓ, അപ്പൊ അതിനായിരിക്കും അച്ഛൻ രഘുവേട്ടനെ വിളിച്ചത്. നമ്മളിവിടെ വന്ന് നിന്നാ ചീരനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി കാണും. ഏതായാലും അമ്മാവൻ വിളിച്ചപ്പോ ഫോൺ എടുക്കാൻ പറ്റാത്തത് കഷ്ടമായി പോയി. അനുവിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആദ്യം ഓടിയെത്തേണ്ടത് നമ്മളല്ലേ? രഘുവേട്ടൻ മനഃപൂർവ്വം കോൾ എടുക്കാതിരുന്നല്ലോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ തിരിച്ചു വിളിക്കുകയും ചെയ്തു. പിന്നീട് ഇതുവരെ രഘുവേട്ടന്റെ കോള് അച്ഛൻ എടുത്തതേ ഇല്ലല്ലോ. അച്ഛൻ രഘുവേട്ടനെ വിളിച്ചത് എത്രയും പെട്ടെന്ന് രഘുവേട്ടൻ അനുചേച്ചിയുടെ അടുത്ത് എത്തണമെന്ന് പറയാനായിരുന്നു. ആ സമയത്ത് ഇവിടെ ഒരു പ്രശ്നം നടക്കുകയായിരുന്നു. വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടത്തിൽ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ ആർക്കായാലും വിഷമം കാണില്ലേ രഘുവേട്ട? ചിരു സത്യയുടെ മനഃപൂർവ്വം എടുക്കാതിരുന്നതല്ല. ഞങ്ങള് പഞ്ചരത്നത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് അമ്മാവനങ്ങനെ തോന്നിയതാ. അല്ലെങ്കിൽ തന്നെ അച്ഛൻ വിളിച്ച രഘുവേട്ടൻ എടുക്കാതിരിക്കുവോ ചീരു? അച്ഛനൊന്നും മിണ്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാ രഘുവേട്ടൻ. അപ്പോ രഘുവേട്ടനോട് അച്ഛൻ മിണ്ടാറില്ലേ? അതൊക്കെ ഒരു കഥയാ ചിരു. ആദ്യം നീ ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറ. രഘുവേട്ടനെ വിളിച്ചേച്ച് അകത്തേക്ക് വാ. എല്ലാം അനുചേച്ചി തന്നെ പറയും. വാ. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അനു. നീ ഇവിടെ നടന്ന സംഭവങ്ങൾ അമ്മാവനെ അറിയിച്ചോ? ഇല്ല, അച്ഛൻ അപ്പൊ തന്നെ എന്നെ വിളിച്ചിരുന്നു. ഇന്ന് അച്ഛൻ ഇങ്ങോട്ട് വരുമായിരിക്കും. നമ്മൾ അച്ഛന്റെ മുന്നിൽ മാത്രമല്ല രഘുവേട്ട, ഇവരുടെ എല്ലാം മുന്നില് അന്യതയായിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇത്രയും വിഷയം ഉണ്ടായിട്ട് അനുവെങ്കിലും നമ്മളിന്ന് വിളിച്ചറിയിച്ചില്ലല്ലോ. പ്രശ്നങ്ങളൊക്കെ അപ്പൊ തന്നെ തീർന്നില്ലേ ചേച്ചി? പിന്നെ എന്തിനാ അതൊക്കെ അറിയിച്ച് നിങ്ങളെ കൂടെ ടെൻഷൻ എടുപ്പിക്കുന്നത്? നമുക്കിതിൽ ഇടപെടാൻ പറ്റാതെ പോയതേ നമ്മുടെ സമയദോഷം കൊണ്ടാ. അല്ലെങ്കിൽ ഇന്ദ്രന്റെയും അവന്റെ അമ്മയുടെയും ഭാഗ്യം. അമ്മാവൻ വിളിച്ചപ്പോ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയിരുന്നെങ്കിലേ ഈ കഥയും കളിയൊക്കെ മാറിയനെ. അമ്മാവൻ എന്നിലുണ്ടായിരുന്ന വിശ്വാസം എനിക്ക് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കായിരുന്നു. ഇപ്പൊ അമ്മാവന് മരുമകനുള്ള സകല പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലെ. ഞാൻ പിന്നീട് വിളിച്ചിട്ട് ഒരു കോൾ പോലും അമ്മാവൻ എടുത്തില്ല. അച്ഛന്റെ മാനസികാവസ്ഥ കൂടി രഘുവേട്ടനൊന്ന് മനസ്സിലാക്കണം. പഞ്ചരത്നത്തിൽ എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടായെന്നല്ലേ രഘുവേട്ടൻ പറഞ്ഞത്? അതിന്റെ പരിഭവവും പ്രയാസവും കൂടി അച്ഛന് കാണും. പഞ്ചരത്നത്തിൽ എന്താ ഉണ്ടായത്? ആദിൽ അച്ഛനോട് എല്ലാം തുറന്നു പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ലനോ. അമ്മാവനാ ഇനി ഞങ്ങളെ കാണാനുള്ള ആഗ്രഹം പോലും ഇല്ലെന്ന് പറഞ്ഞത്. അതെ, അന്ന് രാത്രി ഞാൻ അത്താഴം കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോ എന്റെ കൈകൊണ്ട് ഇനി ഒന്നും വാങ്ങി കഴിക്കില്ലെന്ന രീതിയിലാ അച്ഛൻ സംസാരിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കുന്നത് എന്തിനാ? അത് അച്ഛന്റെ മനസ്സിൽ കൂടുതൽ വെറുപ്പേ ഉണ്ടാക്കൂ. അതുകൊണ്ടാ ഞങ്ങൾ എന്നേക്കുമായിട്ട് പഞ്ചരത്നം വിട്ട് ഇറങ്ങിയത്. അമ്മാവൻ വിചാരിക്കുന്നുണ്ടാവുക ഞാൻ ദേഷ്യം കാരണം അമ്മാവന്റെ കോൾ എടുക്കാതിരുന്നേന്നാ. പക്ഷേ രഘു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ അമ്മാവനും അമ്മാവന്റെ കുടുംബത്തിനും വേണ്ടിയാ. ഞാനേ ഇന്ദ്രന്റെ വീട് വരെ പോവാ. അവനവന്റെ അമ്മയും കൂടി ഇവിടെ നടത്തിയ ഗുണ്ടാസത്തെ കുറിച്ച് എനിക്കൊന്ന് നേരിട്ട് ചോദിക്കണം. അയ്യോ അയ്യോ രഘുവേട്ട, രഘുവേട്ടൻ ഇപ്പൊ ഒന്നിനും പോണ്ട. നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തിട്ട് അച്ഛനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഈ കാര്യത്തിൽ എനിക്ക് അമ്മാവന്റെ അഭിപ്രായം ആവശ്യമില്ല അമ്പിളി. ഞാനൊരു എടുത്തുചാട്ടക്കാരനാണെന്ന് അമ്മാവനെ നന്നായിട്ട് അറിയാം. എല്ലാം അറിഞ്ഞിട്ടും രഘു മിണ്ടാതിരുന്നാലാവും അമ്മാവൻ എന്നെ വിലയിരുത്താ. ഞാൻ പോയിട്ട് വരാം. ചേച്ചി, എന്നാ ഞാനും കൂടെ വരാം. വേണ്ട, അമ്മ വരുമ്പോ നീ ഇവിടെ ഉണ്ടാവണം.
അവൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാടോ? ഈ ഫോണിൽ നിന്നാണ് ഇവിടേക്ക് കോൾ വന്നത്. നമ്പർ ഞാൻ വീണ്ടും ചെക്ക് ചെയ്തു, ഒരു മാറ്റവും ഇല്ല. സത്യം ഞാൻ വിളിച്ചിട്ടില്ല സർ. ഒന്നാമത് എനിക്ക് ഇങ്ങനൊരു സംഭവമേ അറിയില്ല. രണ്ടാമത് എനിക്ക് പോലീസ് സ്റ്റേഷനിലെ നമ്പറും അറിയില്ല. നമ്പർ കിട്ടാനൊന്നും പ്രയാസമില്ല. ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ ഏത് നമ്പറും കിട്ടും. എന്തായാലും അത്യാവശ്യം ബുദ്ധിയുള്ള ആളാ ഇതിൽ നിന്ന് കോൾ ചെയ്തേ. എല്ലാം അപ്പ തന്നെ ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ താൻ ലോക്ക് ചെയ്തല്ലേ വെക്കുന്നത്? അല്ല സർ, ഞാൻ ഫോൺ ലോക്ക് ചെയ്യാറില്ല. അപ്പൊ പിന്നെ വേറെ ആരെങ്കിലും എടുത്ത് വിളിച്ചായിരിക്കും. വീട്ടിലെപ്പോഴുണ്ടായിരുന്നത് അമ്മയും നാത്തൂനും ആയിരുന്നോ? അതെ സർ. അമ്മ എന്ത് പറയുന്നു? എന്റെ മകള് സോന ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാറേ. അവക്കൊരു കൈക്കുഞ്ഞുള്ളതാ. ഏത് സമയത്ത് അതിന്റെ കൂടെ ആയിരിക്കും അവള്. അവരുടെ കാര്യമല്ല ചോദിച്ചത്, അമ്മയായിരിക്കും വിളിച്ചതെന്ന് ഇവിടെ ആരോ പറയുന്നത് കേട്ടു. എന്റെ സാറേ, എന്റെ മകൻ ആ ലോഡ്ജിലുണ്ടെന്ന് ഈ സുകുമാരി എന്നെ വിളിച്ചു പറഞ്ഞപ്പോ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരണമെന്ന് ഞാനാ ഇവളോട് പറഞ്ഞത്. ഞാൻ തന്നെ എന്റെ മോനെയും സുകുമാരിയും ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുക്കുവോ സാറേ? സുശീലേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാറേ. അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ തല പൊട്ടി തെറിക്കത്തേ ഉള്ളൂ. അയ്യോ, അത്രയ്ക്ക് മഹാപാവാ സാറേ. സുകുമാരി, നീയും എന്നെ സംശയിക്കുവാണോ? സാറേ, ഇതാരുടെയും ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതാ. ഞാനും സുകുമാരിയും ഫോണിൽ സംസാരിക്കുന്നത് ആരോ ഒളിച്ചു നിന്ന് കേട്ടിട്ടുണ്ട്. അയാൾ ഒപ്പിച്ച പണിയായിരിക്കും ഇത്, എനിക്ക് ഉറപ്പാ. നിങ്ങളും മരുമകളും മകളും മാത്രമല്ലേ വീട്ടിലുണ്ടായിരുന്നത്? പിന്നെ ആര് ബുദ്ധിമോശം ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? സാറേ, ഇതിന് കൃത്യമായൊരു ഉത്തരം കിട്ടാൻ പോകുന്നില്ല. സാറിന് വേറെ എന്തെങ്കിലും രീതിയിൽ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസെടുക്കുക. സാറേ, ദയവ് ഇത് കേസൊന്നും എടുക്കരുത്. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം മാത്രമാണെന്ന് കരുതി സാറിന് ഒഴിവാക്കി തരണം. അതെ സാർ, കേസാക്കി കഴിഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്തവരാവും നാണം കെടുന്നത്. സാറേ, എന്റെ കാര്യം അതോടെ തീരും. ദൈവത്തെ ഓർത്തൊന്ന് വിട്ടയക്കണേ സാറേ.